ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുഞ്ഞു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള എന്തൊക്കെ കുക്കിങ് കാര്യങ്ങളുമാണ്. ചെറുതായിട്ടൊരു അടുക്കള ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് കുക്കിങ്ങാണ് കാണിക്കുന്നത്. ഇതിലൊരു റെസിപ്പി വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെയുള്ള ചായയൊക്കെ കുടിച്ചിട്ട് ഇതായിരുന്നു പൂരിയും ബാജിക്കറിയും ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, പിന്നെ ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് 2-3 വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നു എല്ലാവരും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഭയങ്കര ചൂടാണ്, നല്ല വെയിലും നല്ല ചൂടൊക്കെയാണ്. ഇപ്പോൾ ഇവിടേക്ക് മഴയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ മിനിഞ്ഞാന്ന് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിരുന്നു. ഇതാ ഞാൻ ഏകദേശം എല്ലാ സംഭവവും നമ്മൾ വിറകടുപ്പ് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഗ്യാസും പിന്നെ കറണ്ടടുപ്പിൽ വെക്കും കേട്ടോ. കുക്കർ കറണ്ടടുപ്പിൽ വെക്കും. അല്ലാത്ത ഇതൊക്കെ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ഇതാ പൂരി ചുട്ടെടുക്കാം. പിന്നെ അടുപ്പ് കത്തിച്ചാൽ പിന്നെ നമ്മൾ ഉച്ചക്കും കൂടി രാവിലെ തന്നെ എല്ലാം ചെയ്ത് കൂട്ടാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. പണിയും രാവിലെ തന്നെ പെട്ടെന്നൊക്കെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കൂടി ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം പൂരി ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ഉരുളക്കിഴങ്ങും ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാജിക്കറി എന്ന് പറഞ്ഞാൽ മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും പൂരിയും കറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ചു. പിന്നെ ഇന്ന് ഉപ്പേരിയായിട്ട് ക്യാബേജ് ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ അടുപ്പിൽ ഞാൻ ക്യാബേജ് ഉപ്പേരി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തട്ടിക്കൂട്ടൊരു സാമ്പാർ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുക്കറിലേക്ക് കുറച്ച് പരിപ്പിട്ട് കൊടുക്കാം. പിന്നെ കയ്യിൽ എന്താണോ വെജിറ്റബിൾ ഉള്ളത് അത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, വെള്ളരി, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി, ഉള്ളി, പിന്നെ മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. അതവിടെ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കഴുകി കൊടുത്താൽ പണിയും പെട്ടെന്ന് കഴിയൂട്ടാ. ഇത് കുറേ കുന്നുപോലെ ഉണ്ടാകുമ്പോൾ അത് കഴുകാൻ പിന്നെ കുറേ നേരം ഇങ്ങനെ എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നീണ്ടങ്ങ് പോവും. പിന്നെ കുറച്ച് കറിവേപ്പില വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടേനു, അത് കുറച്ച് കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ ആവശ്യത്തിന് ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യത്തിന് കുറച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ റൈസ് കുക്കറിലൊക്കെ നമുക്ക് അരി ഇറക്കി വെക്കാം. അതിനുള്ളിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്, എനിക്ക് റേഷൻ അരിയാണ് അതുകൊണ്ട് 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതുകൂടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്ക് ഇതാ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ കൊണ്ട് ബീഫ് ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബീഫ് ലിവറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്കത് ഒന്ന് വരട്ടിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് സാമ്പാറിലൊക്കെ വേണ്ടിയുള്ള കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തേങ്ങ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ചൂടായി വരുന്ന ടൈമിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു ഗോൾഡൻ കളറ് ആകുന്നത് ടൈമിന് കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ ചോറിൻ്റെ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഒന്ന് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വന്നപ്പം അതിൽ കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ചീഞ്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
നമ്മൾ വെണ്ടക്ക സാമ്പാറിലേക്ക് വെണ്ടക്ക ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതും കൂടി ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സാമ്പാർ ഒന്ന് വറവിടാം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുകിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേവിച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ ഇതൊക്കെ കൂടി അതിലിട്ട് നമ്മൾ വറുത്തരച്ച സാമ്പാറാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ മൂപ്പിച്ചിരിക്കുന്ന തേങ്ങ ഞാൻ അതിലേക്ക് അരച്ചൊഴിച്ചിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടി ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് സാമ്പാർ വെക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല നമ്മളിന്ന് ബീഫ് ലിവറാണ് വരട്ടുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ചധികം തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വിറകടുപ്പിലൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുകി ഒരു ചാറോട് കൂടിയ ലിവർ വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലൊരു അടുപ്പ് വെച്ചിട്ട് അതിന് മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇങ്ങനെ കുമറി വെന്ത് വന്നാൽ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ലിവർ വരട്ടി റെഡിയാവും. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് മേലെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ സൂപ്പർ കരൾ വരട്ടിയത് റെഡിയായി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.